بسم الله الرحمن الرحيم الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب വചനങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുകയും നല്ലത് പിൻപറ്റുകയും ചെയ്യുന്ന എന്റെ ദാസന്മാർക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക. അവർക്കാകുന്നു അല്ലാഹു മാർഗദർശനം നൽകിയിരിക്കുന്നത്. അവർ തന്നെയാകുന്നു ബുദ്ധിമാന്മാർ. السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും, പ്രത്യേകിച്ച് രഹസ്യ ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി അല്ലാഹുവിൻ്റെ കൽപ്പന പ്രകാരം സൂക്ഷിച്ചും പാലിച്ചും അല്ലാഹുവിൻ്റെ പൊരുത്തവും തൃപ്തിയും ലഭിക്കുന്ന യഥാർത്ഥ സൗഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുന്ന ജീവിതം നയിച്ച് ജീവിതാന്ത്യം വരെ അങ്ങനെ ജീവിച്ച് അവസാനം അല്ലാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ടും ഫദല് കൊണ്ടും കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പരിപൂർണ മുസ്ലിമായി ഈ ജീവിതത്തോട് വിട പറയുന്ന യഥാർത്ഥ വിശ്വാസികളിൽ ഉൾപ്പെടാൻ പരമാവധി ശ്രമിക്കണം
പ്രവർത്തിക്കണം, പ്രാർത്ഥിക്കണം എന്ന് പ്രത്യേകമായി വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ വസിയ്യത്ത് ഇഖ്ലാസോടുകൂടി സത്യസന്ധമായി നടപ്പാക്കാൻ അർഹമുർ-റാഹിമീനായ റബ്ബ് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഇസ്ലാമിക നിയമസംഹിത സമൂഹത്തിലെ രണ്ട് വിഭാഗം ആളുകളെ പ്രത്യേകമായി ശ്രദ്ധിക്കണം എന്ന് കൽപ്പിക്കുന്നു. ആ നിയമസംഹിത ഒരു നിയമമെന്നതിനുപരി ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കി ശീലിപ്പിച്ചും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിക്കുകയും ചെയ്തു. ആ രണ്ട് വിഭാഗത്തിൽ ഒന്നാമത്തേത് പ്രായമായവരും രണ്ടാമത്തേത് സമൂഹത്തിൻ്റെ അർദ്ധഭാഗമായ സ്ത്രീകളുമാണ്. ഈ രണ്ട് വിഭാഗത്തെയും ഒരേ കണ്ണുകൊണ്ട് നോക്കാനും ഒരേ രൂപത്തിൽ അവയുമായി ബന്ധപ്പെടാനും അവരുമായുള്ള പരിപാലനവും പരിചരണവും ഇടപെടലുകളുമൊക്കെ ഒരേ രൂപത്തിലായിരിക്കണമെന്നും നമുക്ക് ഖുർആനിലൂടെയും ഹദീസിലൂടെയും പരതി നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. പ്രായമായവരെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വാർദ്ധക്യപ്രായത്തിലെത്തി നിൽക്കുന്ന മാതാക്കളും പിതാക്കളുമുള്ള ഒരുപാട് സഹോദരങ്ങളും സഹോദരികളും ഉണ്ടാകും എൻ്റെ മുമ്പിൽ. അതൊന്നുമല്ലാതെ പ്രായം അങ്ങെത്തി സംരക്ഷിക്കാൻ ആളുകളില്ലാതെ, പരിപാലിക്കാൻ ആളുകളില്ലാതെ, ശ്രദ്ധിക്കാൻ ആളുകളില്ലാതെ കഴിഞ്ഞുകൂടുന്ന ധാരാളം കുടുംബക്കാരും അയൽവാസികളുമുള്ളവർ ഈ കൂട്ടത്തിലുണ്ടാകും. എന്തായിരിക്കണം അവരാരായിരുന്നാലും ശരി, എന്തായിരിക്കണം നാം അവരുടെ നേർക്ക് സ്വീകരിക്കേണ്ട നയമെന്ന് ചോദിച്ചാൽ, ആധുനിക സമൂഹം പഠിച്ചുവച്ച ഒരുപാട് രീതികളുണ്ട്. ആധുനിക സമൂഹം കൊണ്ടു നടക്കുന്ന ഒരുപാട് സംസ്കാരങ്ങളുണ്ട്. അവയിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായിരിക്കണം എന്ന് നാം തീർത്തും മനസ്സിലാക്കുക. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യന് പ്രായമായാൽ ആധുനിക സമൂഹം അവരെ കൊണ്ടു ചെന്നെത്തിക്കുന്ന ഓൾഡ് ഏജ് ഹോമുകളോ അതുപോലെയുള്ള ഏതെങ്കിലും കേന്ദ്രങ്ങളോ അല്ല, മറിച്ച് പ്രായമായ മാതാവിനെയോ പിതാവിനെയോ മനുഷ്യരെയോ പരിചരിക്കുക എന്നത് എനിക്ക് സ്വർഗമുറപ്പിക്കാനുള്ള മാർഗമാണ് എന്ന് മനസ്സിലാക്കേണ്ടവനാണ് സത്യവിശ്വാസി. ഒരു പ്രായമായ മാതാവിനെയോ പിതാവിനെയോ സംരക്ഷിക്കാൻ അവസരം ലഭിക്കുകയും എന്നിട്ട് സ്വർഗപ്രവേശനം സാധ്യമാവുകയും ചെയ്യാത്തവൻ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുനാവ് കൊണ്ട് ശാപത്തിനർഹനായവനാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, വിശ്വാസിനികളെ, നാം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ സംസ്കാരം, നമ്മുടെ ദീൻ നമ്മോട് പറയുന്നത്, എത്ര നിങ്ങൾക്ക് അവരെ തടവാനാകുമോ, എത്ര നിങ്ങൾക്ക് അവരെ ലാളിക്കാനാകുമോ, എത്ര നിങ്ങൾക്ക് അവരോട് സ്നേഹത്തോടു കൂടി പെരുമാറാനാകുമോ, എത്ര അവരുടെ മനസ്സുകളിൽ സന്തോഷം നിറയ്ക്കാൻ നിങ്ങൾക്ക് സാധ്യമാണോ, അത്രത്തോളം അതിനുവേണ്ടി എന്തൊക്കെ പ്രയാസങ്ങൾ നമുക്ക് അനുഭവിക്കേണ്ടി വന്നാലും, എവിടെയൊക്കെ നാം ചുരുക്കുകയോ ചെയ്യേണ്ടി വന്നാലും ശരി, അതെനിക്ക് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കുമെന്ന ശക്തമായ ചിന്തയും ബോധവും മനസ്സും നിയ്യത്തുമായി ജീവിക്കാൻ നമുക്കാവേണ്ടതുണ്ട്.
നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, മൂസ അലൈഹിസ്സലാം മദിയനിലേക്ക് പോകുന്ന വഴിയിൽ കണ്ട ആടുമേക്കൽ സംഘത്തിലെ 2 പെൺകുട്ടികളുടെ കഥ നിങ്ങൾക്കറിയില്ലേ? ആ പെൺകുട്ടികളിൽ ഒന്നിനെ പിന്നീട് മൂസ അലൈഹിസ്സലാം കുടുംബിനിയായി സ്വീകരിക്കുക പോലും ചെയ്യാവുന്ന ഉന്നതമായ ഒരു സംസ്കാരം. ആ പെൺകുട്ടികളോട് നിങ്ങൾ എന്താണ് ഇങ്ങ് മാറി നിൽക്കുന്നത്? ജനങ്ങളെല്ലാവരും ആടുമാടുകൾക്ക് വെള്ളം കൊടുക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് മാറി നിൽക്കുന്നു എന്ന് ചോദിച്ചിടത്ത് അവർ പറഞ്ഞ ഒരു മറുപടിയുണ്ട്. എന്തുകൊണ്ടാണ് യുവതികളായ പെൺകുട്ടികൾ തങ്ങളുടെ ആടിന്റെ കയറും പിടിച്ചാടുമേക്കാനും വെള്ളം കൊടുക്കാനും പുറത്തിറങ്ങേണ്ടി വന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം അവർ പറഞ്ഞത് വഅബൂനാ ശൈഖുൻ കബീർ, വഅബൂനാ ശൈഖുൻ കബീർ, ഞങ്ങളുടെ ഉപ്പ അങ്ങേയറ്റം പ്രായമായിട്ടുണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ മാതിരി പണികളൊന്നും ചെയ്യാൻ സാധ്യമല്ല, അതുകൊണ്ട് ഞങ്ങളാണത് ചെയ്യുന്നത് എന്നാണ്. ചിന്തിച്ചു നോക്കൂ, എന്തുമാത്രം സഹോദരിമാരുടെ ശ്രദ്ധ തിരിയാൻ വേണ്ടി തന്നെയാണ് ഞാനൊരു സഹോദരിയുടെ ചരിത്രം പറയുന്നത്. പെൺകുട്ടികൾ പോലും മനസ്സിലാക്കട്ടെ, പ്രായമേറിയ വാർദ്ധക്യ സഹജമായ അവസ്ഥയിലുള്ള മാതാപിതാക്കളോട് അവർക്കുണ്ടായിരിക്കേണ്ട നയം പെൺകുട്ടിയാണെന്ന് പറഞ്ഞു മാറി നിൽക്കുന്നതല്ല, മാറി നിൽക്കാൻ ഏതെങ്കിലും രൂപത്തിലുള്ള വഴി നൽകുന്നതല്ല എന്നർത്ഥം. ചിന്തിച്ചു നോക്കൂ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രായമായ മനുഷ്യന്മാരെ ബഹുമാനിച്ചതിന്റെയും ആദരിച്ചതിന്റെയും രീതി എത്ര മനോഹരമാണെന്നോ. മക്ക വിജയിച്ചടക്കിയ ദിവസം അസ്മാ റളിയല്ലാഹു തആല അൻഹാ അബൂബക്കർ സിദ്ദീഖിന്റെ മകൾ റളിയല്ലാഹു തആല അൻഹു വിശദീകരിക്കുന്നു. ലമ്മാ ദഖല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക വദഖല അൽ മസ്ജിദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലേക്ക് കടന്നു വന്ന ദിവസം, എന്നിട്ട് അദ്ദേഹം പള്ളിയിലേക്ക് വന്നു, മസ്ജിദുൽ ഹറാമിലേക്ക് വന്നു. അപ്പോഴതാ മനോഹരമായ ഒരു കാഴ്ച. അതാഹു അബൂബക്കർ ബി അബീഹി യഖൂദുഹു, അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ പ്രായമായ പിതാവിനെയും കൈപിടിച്ചുകൊണ്ട് കടന്നു വരുന്നു. ഫലമ്മാ റആഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, ഈ കാഴ്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണുകയാണ്. അബൂബക്കർ സിദ്ദീഖ് എന്ന മഹാനായ സഹാബി അദ്ദേഹത്തിന്റെ പ്രായമേറിയ പിതാവിന്റെ കയ്യും പിടിച്ച്, അബൂ ഖുഹാഫ എന്ന പിതാവിന്റെ കയ്യും പിടിച്ച് തിരുമേനിയുടെ സമക്ഷത്തിങ്കിലേക്ക് കടന്നു വരുന്ന മനോഹരമായ കാഴ്ച. ആ സന്ദർഭത്തിൽ തിരുമേനി ചോദിച്ചു, ഹലാ തറക്ത ശൈഖ ഫീ ബൈതിഹി ഹത്താ അകൂന അനാ ആതിഹി ഫീ, ഈ പ്രായമായ മനുഷ്യനെ ആ വീട്ടിലാക്കിയിട്ട് ഞാൻ അങ്ങോട്ട് പോവുകയല്ലേ അബൂബക്കർ എന്നല്ലത്? എന്താണ് ഈ ചെയ്തത്? നടക്കാനാവാത്ത, ചലിക്കാനാവാത്ത ഈ പിതാവിനെ താങ്ങിപ്പിടിച്ച് ഇങ്ങോട്ട് കടന്നു വരികയാണോ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാരുണ്യത്തിന്റെ, ദയയുടെ, മൃദുലതയുടെ, മനുഷ്യരോട് എങ്ങനെ പെരുമാറേണ്ടത് എങ്ങനെ എന്നതിന്റെ ഏറ്റവും മകുടോദാഹരണമാണ്. അബൂബക്കർ സിദ്ദീഖ് മറുപടി പറഞ്ഞു, യാ റസൂലല്ലാഹ് ഹുവ അഹഖു അൻ യംശി ഇലൈക മിൻ അൻ തംശി അൻത ഇലൈഹി, അല്ലാഹുവിന്റെ റസൂലിനെ ആ സമൂഹം ബഹുമാനിച്ചതിന്റെ രൂപം, അല്ലാഹുവിന്റെ റസൂലേ, അദ്ദേഹം അങ്ങയിലേക്ക് നടന്നു വരുന്നതിനേക്കാൾ ഉത്തമമല്ലല്ലോ അങ്ങ് അദ്ദേഹത്തിലേക്ക് വരുന്നത്? ഏറ്റവും അർഹത അദ്ദേഹം എന്റെ പിതാവ് അങ്ങയുടെ അടുത്തേക്ക് നടന്നു വരുന്നത് തന്നെയാണ് എന്ന്. നോക്കൂ നിങ്ങൾ അതിന്റെ അവസ്ഥ. എന്നിട്ട് അബൂ ഖുഹാഫ റളിയല്ലാഹു അൻഹു എന്ന അബൂബക്കർ സിദ്ദീഖിന്റെ പിതാവായ അങ്ങേയറ്റം പ്രായമായ ആ മനുഷ്യനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നത് നോക്കൂ. ഫഅജ്ലസഹു ബൈന യദൈഹി, നബിയുടെ മുമ്പിൽ അദ്ദേഹത്തെ ഇരുത്തി. ثم مسح صدره, എന്നിട്ട് അദ്ദേഹത്തിന്റെ നെഞ്ചിലൂടെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ തിരു കൈകളെ കൊണ്ട് ഇങ്ങനെ തടവി. ثم قال له, എന്നിട്ട് പറഞ്ഞു, അസ്ലിം, മുസ്ലിമാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ലിം എന്ന് പറഞ്ഞതോടുകൂടി പിടിച്ചു നിൽക്കാൻ, അതുവരെ പിടിച്ചു നിന്ന
ഖുറൈശി തറവാട്ടിലെ പ്രമുഖനായ നേതാവ് അബൂ ഖുഹാഫക്ക് സാധിച്ചില്ല. ഉടനെ അദ്ദേഹം പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്. സഹോദരാ, ചിന്തിച്ചു നോക്കൂ, മുസ്ലിമിന്റെ സ്വഭാവം എന്തായിരിക്കണം? ഒരുപാട് പാഠം, ഒരിക്കലും പറഞ്ഞു തീരാത്ത ഒരുപാട് പാഠമാണ് ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നത്. മുസ്ലിമീങ്ങൾ അല്ലാത്തവരോട് സ്വീകരിക്കേണ്ട മനോഭാവം എന്ത്, രീതി എന്ത്? മുസ്ലിമീങ്ങളുടെ പ്രായമേറിയ ആളുകളോട് മുസ്ലിമീങ്ങൾ സ്വീകരിക്കേണ്ട രീതി എന്ത്, സ്വഭാവം എന്ത്? ഇങ്ങനെ ഒരുപാട് സംഗതി. ഈ രൂപത്തിലായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ സമൂഹത്തെ വളർത്തിയത്. അദ്ദേഹം പച്ചയായി പറഞ്ഞു, ഇന്ന മിൻ ഇജ്ലാലില്ലാഹ് ഇക്റാമദി ശൈബത്തിൽ മുസ്ലിം. മുസ്ലിമായ നരച്ച മനുഷ്യനെ ബഹുമാനിക്കുന്നത് ഇന്ന മിൻ ഇജ്ലാലില്ലാഹ്, അള്ളാഹുവിനെ ബഹുമാനിക്കുന്നതിൽ പെട്ടതാണ്. ഇതിനപ്പുറം ഇനി എന്ത് പറയാനുണ്ട്? അള്ളാഹുവിനെ ബഹുമാനിക്കുന്നതിൽ പെട്ടതാണ് മുസ്ലിമായ പ്രായമായ മനുഷ്യനെ ബഹുമാനിക്കുന്നത് എന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു സംഭവം, ജാഅ ശൈഖുൻ യുരീദു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ദിവസം തിരുമേനിയുടെ സന്നിധിയിലേക്ക് ഒരു പ്രായമായ മനുഷ്യൻ കടന്നു വന്നു. ഫഅബ്തഅൽ ഖൗമു അൻഹു അൻ യുവസ്സിഉ ലഹു. നബിയുടെ തിക്കിത്തിരക്കിയുള്ള സദസ്സാണ്. ആ സദസ്സിലേക്ക് പ്രായമായ മനുഷ്യൻ കടന്നു വന്നപ്പോൾ ജനങ്ങൾ അദ്ദേഹത്തിന് വഴി കൊടുക്കാൻ ഒരൽപ്പം വൈകി. ഒരു വയസ്സായാലല്ല അവിടെ നിൽക്കട്ടെ എന്ന് ആളുകൾ കരുതി. ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് കണ്ട് തിരുമേനിക്ക് സഹിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, ലൈസ മിന്നാ മൻ ലം യർഹം സഗീറനാ വയുവഖിർ കബീറനാ. ലൈസ മിന്നാ, നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല. ആരാണ് നാം? മുസ്ലിം സമുദായമാണ്. മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല. മല്ലം യർഹം സഗീറനാ, നമ്മുടെ കൂട്ടത്തിലുള്ള ചെറുതിനോട് കരുണ കാണിക്കാത്തവൻ, വയുവഖിർ കബീറനാ, നമ്മുടെ കൂട്ടത്തിലുള്ള പ്രായമായവനോട് ബഹുമാനം കാണിക്കാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെയായിരുന്നു. ആളുകൾ ഇരിക്കുന്ന ഒരു സദസ്സിൽ നിങ്ങൾ വല്ലതും ഭക്ഷണമോ വെള്ളമോ വിതരണം ചെയ്യുകയാണെങ്കിൽ തിരുമേനി പഠിപ്പിച്ചു, ഇദാ സുഖിയ ഇബ്ദഉ ബിൽ കബീർ ഔ ഖാല ബിൽ അകാബിർ. നിങ്ങൾ പ്രായമായവരെ കൊണ്ട് തുടങ്ങണം, അവരെ പരിഗണിക്കണം. നോക്കൂ നിങ്ങൾ, എന്തുമാത്രം മനോഹരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച. അവസാനം തിരുമേനി സമൂഹത്തിന്, മനുഷ്യന്, ഹൃദയമുള്ള മനസ്സുള്ള എല്ലാവർക്കും മനസ്സിലാകാവുന്ന ഒരു ഭാഷ പറഞ്ഞ ആ വിഷയം അവസാനിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, ഹൽ തുൻസറൂന വതുർസഖൂന ഇല്ലാ ബിദുഅഫാഇകും. ഹൽ തുൻസറൂന വതുർസഖൂന ഇല്ലാ ബിദുഅഫാഇകും. നിങ്ങൾ എന്ത് മനസ്സിലാക്കി? നിങ്ങളുടെ കൂട്ടത്തിലുള്ള പ്രായമായ ദുർബലന്മാരായ ആ മനുഷ്യന്മാരുള്ളത് കൊണ്ടല്ലേ നിങ്ങൾക്ക് അന്നം ലഭിക്കുന്നതും നിങ്ങൾ സഹായിക്കപ്പെടുന്നതുമൊക്കെ. നോക്കൂ നിങ്ങൾ, എന്തുമാത്രമാണ്. സഹോദരന്മാരെ, ഇതാണ് മുസ്ലിം സമൂഹം ആ വിഭാഗത്തോട് കാണിക്കേണ്ട മര്യാദയും രീതിയും. ഇതിന് അപവാദമായ ഒരു സമ്പ്രദായമോ രീതിയോ പ്രിയപ്പെട്ട വിശ്വാസിനികളെ നമ്മുടെ മനസ്സിലുണ്ടാകാൻ പാടില്ല. അവർ ആരാകട്ടെ, നമ്മുടെ മാതാക്കളായാലും പിതാക്കളായാലും നമ്മുടെ എളാപ്പമാരായാലും അളാമ്മമാരായാലും അമ്മാവന്മാരായാലും അമ്മായിമാരായാലും, ഇതൊന്നുമല്ല ഞാനുമായൊരു കുടുംബ ബന്ധമില്ലാത്തവനായിരുന്നാൽ പോലും ഇന്ന മിൻ ഇജ്ലാലില്ലാഹ്, അല്ലാഹുവിനെ ബഹുമാനിക്കുന്നതിൽ പെട്ടതാണ് എന്ത്? നരച്ച മുസ്ലിമായ മനുഷ്യനെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞത്. അതാണ് ഈ വിഷയത്തിലുള്ള ഇസ്ലാമിന്റെ സമീപനം. ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. പ്രിയപ്പെട്ട യുവാക്കളെ, മനസ്സിലാക്കണം, ഇത് ഇനിയും മനസ്സിലേക്ക് കാണാത്ത ഒരുപാട് ആളുകൾ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ശരിയാണ്, നാം വിദേശത്താണ്, ശരി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ പഠിച്ചില്ലേ?
മുസ്ലിമായ ഒരു മനുഷ്യന്റെ മനസ്സിൽ സന്തോഷമുണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? അതാണ് ജീവിതത്തിലെ ഏറ്റവും നല്ല പ്രവർത്തനമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെങ്കിൽ മുസ്ലിമായ നമ്മുടെ മാതാപിതാക്കളുടെയും അതുപോലെ തന്നെ കുടുംബക്കാരുടെയും ഒക്കെ മനസ്സുകളിൽ സന്തോഷവും ഇഷ്ടവും തൃപ്തിയും ഉണ്ടാക്കാവുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമുക്കാവണം. ആ രൂപത്തിൽ അവരെ പരിഗണിക്കണം. അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരന്മാരെ, രണ്ടാമത്തെ വിഭാഗം സ്ത്രീകളാണ്. സമൂഹത്തിന്റെ അർദ്ധ പകുതിയാണ് അവർ. അർദ്ധഭാഗം എന്ന് സാധാരണ പറഞ്ഞു, പകുതിയാണ് അവർ. പകുതിയിലധികമാണ് ജനസംഖ്യ കൊണ്ടവർ. സ്ത്രീകൾ എന്ന് പറയുമ്പോൾ പുരുഷന്മാർ പ്രത്യേകമായി ശ്രദ്ധിക്കണം. സ്ത്രീ എന്നത് പുരുഷ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് തൻ്റെ ജീവിതത്തിലെ കൂട്ടുകാരിയും സഹായിയും സഹചാരിയും ഒക്കെയായാണ്. തൻ്റെ മക്കളെ പ്രസവിക്കാൻ, തൻ്റെ മക്കളെ വളർത്താൻ, തൻ്റെ മക്കളെ പോറ്റാൻ, എന്നിട്ട് രണ്ടു പേർക്കും കൂടി ഒരുമിച്ച് ആ മക്കളെയും കൂട്ടി സ്വർഗത്തിലേക്ക് പോകാൻ, അതിനാണെന്ത് സ്ത്രീ എന്ന് പറയുന്നത്. അത് കേവലം മനുഷ്യന്റെ പുരുഷന്റെ വികാരങ്ങളെ അടക്കുവാനുള്ള ഒരു ഉപകരണമല്ല, മനുഷ്യൻ ആസ്വദിക്കാനുള്ള ഒരു ഉപകരണമല്ല. ഏതെങ്കിലും രൂപത്തിൽ മനുഷ്യൻ എവിടെയെങ്കിലും പ്രദർശിപ്പിക്കാനുള്ള പരസ്യ പലകകളുടെ ഒരു വലിയ മുതൽക്കൂട്ടോ ചരക്കോ ആയി മാറേണ്ടതല്ല സ്ത്രീ. ഇസ്ലാമിന്റെ വീക്ഷണം അതാണ്. സ്ത്രീയെ വല്ലാതെ ബഹുമാനിച്ചു. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങളുടെ പരസ്യ പലകയുടെ മുതൽക്കൂട്ടാകാവുന്ന രൂപത്തിൽ അന്ധകാലത്ത് മനുഷ്യൻ അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. അതിലേക്ക് മുസ്ലിം സമൂഹമേ നിങ്ങൾ പോകരുത്. അത്തരത്തിലുള്ള അങ്ങനെയല്ലാതെ സ്ത്രീകളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണം. അവരോട് നല്ല നിലക്ക് വർത്തിക്കുകയും അവരോട് നന്മ ചെയ്യുകയും ചെയ്യണം. പ്രത്യേകിച്ച് കുടുംബിനികളായ ഭാര്യമാരെന്ന് പറയുന്ന, ഇണകളെന്ന് പറയുന്ന, ജീവിതത്തിലെ കൂട്ടുകാരികളായ തങ്ങളുടെ സ്വന്തം പെണ്ണുങ്ങളോട് ചെയ്യേണ്ട മഹത്തായ മഹിതമായ സ്വഭാവമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചത്. അദ്ദേഹം തൻ്റെ ഭാര്യമാരെ അദ്ദേഹം പ്രശംസിച്ചു, പുകഴ്ത്തി. അവരുടെ ശ്രേഷ്ഠതകൾ അവർ കേൾക്കെ അദ്ദേഹം വർണ്ണിച്ചു. അവരുടെ പ്രത്യേകതകൾ അദ്ദേഹം എടുത്തു പറഞ്ഞു. അതായിരുന്നു നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊക്കെ അപാകതകളും എന്തൊക്കെ കുറവുകളും ഉണ്ടാണെങ്കിലും ശരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം സമൂഹത്തോട് പറഞ്ഞു, ഖമുല മിനർ റിജാലി കസീർ. പുരുഷന്മാരുടെ കൂട്ടത്തിൽ പൂർണ്ണത പ്രാപിച്ച ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ സ്ത്രീകളുടെ കഥ എന്താണെന്നോ, വലം യഖ്മുൽ മിനൻ നിസാഇ ഇല്ലാ ആസിയ ഇംറഅതു ഫിർഔൻ വമർയം ബിൻതു ഇമ്രാൻ. പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ പൂർണ്ണത പ്രാപിച്ച രണ്ടെണ്ണേ ഉള്ളൂ. ഒന്ന് ഫിറഔന്റെ ഭാര്യയായ ആസിയ ബീവിയും, രണ്ട് ഇമ്രാന്റെ മകളായ മറിയം റളിയല്ലാഹു അൻഹയും. വേറെ ആരുമില്ല. എന്ന് വെച്ചാൽ എന്തിനാണ് പുരുഷ സമൂഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞത് എന്ന് ഇത് കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാകുമല്ലോ. പൂർണ്ണത കൈവരിച്ച രണ്ട് പെണ്ണുങ്ങളെ ലോകത്തുണ്ടായിട്ടുള്ളൂ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഉള്ള ശ്രേഷ്ഠതകളും പരിഗണനകളും വെച്ച് അവരെ ബഹുമാനിക്കാനും ആദരിക്കാനും നമുക്ക് സാധിക്കണം. അതാണ് വേണ്ടത്. നോക്കൂ, നിങ്ങൾ സ്വന്തം ഭാര്യയായ ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് പോലും തിരുമേനി പറഞ്ഞ വാചകം, വഇന്ന ഫദ്ല ആയിഷ അലൻ നിസാഇ കഫദ്ലി സുറയ്യിദി അലാ സൈരി തആം. സുറയ്യിദിനേക്കാൾ, മറ്റു ഭക്ഷണങ്ങളെക്കാൾ സുറയ്യിദ് എന്ന ഭക്ഷണത്തിനുള്ള മികവ് മാത്രമേ മറ്റു സ്ത്രീകളെക്കാൾ ആയിഷക്ക് പോലുമുള്ളൂ എന്നർത്ഥം. അറബികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണമായിരുന്നു സരീദ് എന്നും സുറയ്യിദ് എന്നൊക്കെ പറയുന്ന ഒരു ഭക്ഷണം. റൊട്ടിയും ഇറച്ചിയും ഒക്കെ അവിടെ കൂട്ടിക്കൊഴിച്ച നിങ്ങൾ സാധാരണ കണ്ടിട്ടുണ്ടാകും റമളാനിലൊക്കെ എത്തുന്ന ഒരു ഭക്ഷണം. അതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്, അറബികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമായിരുന്നു അത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. സ്വന്തം ഭാര്യയായ ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്രകാരമാണ് പറഞ്ഞത്. എന്നാൽ പോലും നാം മനസ്സിലാക്കുക, അവരുമായുള്ള സ്നേഹം കാത്തു സൂക്ഷിക്കുന്ന വിഷയത്തിൽ, അവരുടെ നല്ല കാര്യങ്ങൾ അംഗീകരിക്കുകയും അതിനെ ബഹുമാനിക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ അവരുടെ മരണശേഷം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാതൃക പുലർത്തി എന്നതാണ് സത്യം.
നാം മരിച്ചാലുണ്ടല്ലോ, മരിച്ച ശേഷം പോലും അങ്ങനെയായിരുന്നു. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ വിവരിക്കുന്നുണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ റളിയല്ലാഹു അൻഹയെ കുറിച്ച് പറയുന്നത് കേട്ടാൽ തോന്നും കഅന്നഹു ലം യകുൻ ഫിദ്ദുനിയ ഇംറഅ ഇല്ലാ ഖദീജ. ഖദീജ അല്ലാതെ വേറെ പെണ്ണ് ലോകത്തില്ലേനി എന്ന് തോന്നിപ്പോകും എന്നാണ്. ഏത് സമയത്തും നബി തിരുമേനി ഇന്നഹാ കാനത് വകാനത് വകാന ലീ മിൻഹാ വലദ്, നബി അങ്ങനെ പറയും, ഓ അവൾ അങ്ങനെയായിരുന്നു, അവരങ്ങനെയായിരുന്നു, അവരിൽ നിന്നാണ് എനിക്ക് കുട്ടികൾ ഉണ്ടായത്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. മരണശേഷം പോലും അങ്ങനെയായി. സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, സമ്പൂർണ്ണത പ്രാപിച്ച ഒരു പെണ്ണുമില്ല, അതുകൊണ്ട് ന്യൂനതകൾ ഉണ്ടാവും. പക്ഷേ എല്ലാ ന്യൂനതകൾക്കിടയിലും ഓരോ സ്ത്രീകൾക്കുമുള്ള ചില ക്വാളിറ്റികളുണ്ട്, പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകളെ വലുതാക്കാനും ന്യൂനതകളെ ചെറുതാക്കാനും സാധിക്കുന്നവരായിരിക്കണം നാം ഓരോരുത്തർക്കും. നമുക്കറിയാം, നമ്മളൊക്കെ ചിന്തിച്ചാൽ അറിയാം, അവർക്ക് വീടുകളുടെ അകത്തുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ, ഭക്ഷണം പാകം ചെയ്യുന്നതിൽ, വീടിനെ ക്രമീകരിക്കുന്നതിൽ, വീടിനെ നന്നാക്കിയെടുക്കുന്നതിൽ, ഇങ്ങനെ ഒരുപാട് സംഗതികളിൽ വലിയ കഴിവുകളുള്ള സ്ത്രീകളുണ്ട്. അവരുടെ ആ കഴിവുകളെ കാണാൻ, വലുതാക്കാനും നമ്മുടെ മനസ്സിൽ അതൊരു വലിയ സംഭവമാകാനും സാധിക്കണം. അതോടൊപ്പം തന്നെ സ്ത്രീകളും ശ്രദ്ധിക്കേണ്ടത് അവരുടെ ഒരു ബാധ്യതയാണ് ഈ പറഞ്ഞതൊക്കെ. വീടിനകത്തുള്ള കാര്യങ്ങൾ ചെയ്യൽ, വീട് നന്നാക്കൽ, അവിടെ മനോഹരമാക്കൽ, മക്കളെ വളർത്തൽ, നല്ല ഭക്ഷണം പാകം ചെയ്യൽ, നല്ല രൂപത്തിൽ അത് കൊടുക്കൽ, അത് ഒന്നിച്ച് കഴിക്കൽ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ഒരുമിച്ചിരുന്ന് കഴിക്കൽ, ഇതിനൊക്കെ മുൻകൈ എടുക്കേണ്ടത് പെണ്ണുങ്ങളാണ്. ഇതൊക്കെ എന്റെ ബാധ്യതയല്ല, ഞാനെന്തിന് ഇങ്ങനെ കഷ്ടപ്പെടണം, നിങ്ങൾ അങ്ങ് പുറത്തേക്ക് പോവുകയാണല്ലോ എന്ന് പറയുന്നവളല്ല നല്ല പെണ്ണ്, നല്ല സ്ത്രീ, നല്ല കുടുംബിനി. ഇതിനെയൊക്കെ അംഗീകരിക്കണം. ഇതെന്റെ ബാധ്യതയാണ്, ഞാൻ ചെയ്യേണ്ടതാണ്, ഞാൻ ചെയ്യുന്നു, എനിക്ക് അല്ലാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കാൻ, കൂലി കിട്ടാൻ എന്ന ചിന്തയോടുകൂടിയായിരിക്കണം. നോക്കൂ നിങ്ങൾ, അങ്ങനെയാകുമ്പോൾ ഈ പുരുഷന് ഇത് അംഗീകരിക്കാൻ സാധിക്കും. പുരുഷൻ അത് അംഗീകരിക്കണം. അങ്ങനെയുള്ള അംഗീകാരമാണ് നാം കുടുംബിനികൾക്ക് നൽകേണ്ടത്. അവരുടെ പ്രത്യേകതകൾ കണ്ട് അവർക്ക് വേണ്ടി അവരറിയാതെ പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന അവരുടെ മനസ്സിൽ അല്ലാഹു വലിയ സ്വാധീനമുണ്ടാക്കും. പടച്ചോനെ, എന്റെ മക്കളെ വളർത്തുന്ന, പോറ്റി വളർത്തുന്ന, അതിനുവേണ്ടി കഷ്ടപ്പെടുന്ന എന്റെ സഹധർമ്മിണി, അവൾക്ക് പടച്ചവനെ ക്ഷമ കൊടുക്കണമേ, കരുത്ത് കൊടുക്കണമേ, നന്നായി എന്റെ മക്കളെ വളർത്താനുള്ള അവസരവും സന്ദർഭവും നൽകണമേ എന്ന് അള്ളാഹുവിനോട് നാം ദുആ ചെയ്താൽ ആ ദുആ നമ്മൾ അറിയാതെ അല്ലാഹു തആല അവരുടെ മനസ്സുകളിൽ പലതരത്തിലുള്ള സ്വാധീനങ്ങൾ ഉണ്ടാക്കും. അത് നാം മനസ്സിലാക്കണം. അങ്ങനെയായിരിക്കണം നാം. അതല്ലാതെ പഴുതുകൾ എന്തുണ്ടെന്ന് പരിശോധിച്ച്, തെറ്റുകൾ എന്തുണ്ടെന്ന് പരിശോധിച്ച്, കുറവുകൾ എവിടെയാണെന്ന് പരിശോധിച്ച് അതിനെ എൻലാർജ് ചെയ്ത് വലുതാക്കി, നീ അത് ചെയ്തില്ലേ, ഇത് ചെയ്തില്ലേ എന്ന് പറഞ്ഞ് സമൂഹത്തിൽ, കുടുംബത്തിൽ, കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും സൃഷ്ടിക്കേണ്ടവനല്ല പെണ്ണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഷ, ലാ യഫ്റുഖു മുഅ്മിനുൻ മുഅ്മിന, ഒരിക്കലും ഒരു വിശ്വാസിനിയെ ചൊറിയരുത്. ഫറക്ക എന്ന പദം സാധാരണ രോഗമൊക്കെ ഉണ്ടായിട്ട് ചൊറി എന്ന് പറഞ്ഞ രോഗം ഉണ്ടാവില്ലേ, അതുണ്ടായിട്ട് ചൊറിയുന്നതിന് തന്നെയാണ് ഫറക്ക എന്ന പദം അറബിയിൽ പ്രയോഗിക്കുന്നത്. ലാ യഫ്റുഖ് എന്ന് പറഞ്ഞ് നമുക്ക് മനസ്സിലായല്ലോ. ചൊറിഞ്ഞുകൊണ്ട് നിൽക്കേണ്ടതല്ല, ആവശ്യത്തിന് ഉള്ളതൊക്കെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതല്ലാതെ ഏത് സമയത്തും ചൊറിയുന്നവനാകരുത്. ഇൻ കരിഹ മിൻഹാ ഖുലുഖൻ റദിയ മിൻഹാ ആഖർ. ഒരു സ്വഭാവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ഒരു സ്വഭാവം നിങ്ങൾക്ക് അനിഷ്ടകരമാണെങ്കിൽ മറ്റത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കും. അങ്ങനെയായിരിക്കണം. അതുപോലെ തന്നെ പുരുഷന്മാർ പ്രത്യേകം മനസ്സിലാക്കുക, സ്ത്രീകളുടെ, ഭാര്യമാരുടെ, കുടുംബിനികളുടെ അഭിപ്രായങ്ങളെ കേൾക്കാൻ അവർക്ക് സന്നദ്ധത വേണം. നീ ഇപ്പൊ ഇതിനൊന്നും അഭിപ്രായം പറയണ്ട എന്ന് പറയേണ്ടവനല്ല നല്ല ബുദ്ധിയുള്ള മനുഷ്യൻ. ആ അഭിപ്രായങ്ങളെ കേൾക്കണം, പരിഗണിക്കേണ്ടവ പരിഗണിക്കണം, സ്വീകരിക്കാൻ സാധിക്കുന്നവ സ്വീകരിക്കണം. എന്നിട്ട് സ്വീകരിക്കാൻ പറ്റാത്തവയാണെങ്കിൽ അവയുടെ സ്വീകരിക്കാൻ പറ്റാത്ത ഭാഗങ്ങൾ ഇന്നതാണെന്ന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. ആ ഒരു രൂപമായിരിക്കണം. അതല്ലാതെ ഒരൊറ്റ അടിക്ക് പറഞ്ഞതിനെ മുഴുവൻ എതിർക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകാൻ പാടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ് അവരുടെ ദുർബലതയെക്കുറിച്ച്. അവർ ദുർബലകളാണ്. നിങ്ങൾ ഒരൊറ്റടിക്ക് എന്റെ അഭിപ്രായം സ്വീകരിക്കൂല എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിൽ പ്രയാസമുണ്ടാകും. അവരുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവരുടെ മുഖത്തും അവരുടെ മനസ്സിലും തുടർന്നങ്ങോട്ടുള്ള അവരുടെ പ്രവർത്തനങ്ങളിലുമൊക്കെ അത് പ്രതിഫലിക്കും. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. കേൾക്കണം,
കേട്ട് അത് പരിഗണിക്കേണ്ടവ പരിഗണിച്ച് ആ ഒരു രൂപമായിരിക്കണം നാം സ്വീകരിക്കേണ്ടത്. അതുപോലെ തന്നെ സഹോദരന്മാരെ, കുടുംബിനികളുടെ ഭാര്യമാരുടെ കുടുംബക്കാരെയും അവരുടെ സ്നേഹിതകളെയും പരിഗണിക്കുന്ന രൂപമുണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെക്കുറിച്ച് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞത് നാം പലതവണ കേട്ടതാണല്ലോ. ആയിഷ ബീവി പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ കൂട്ടത്തിൽ മാ ഇറത്തു അലാ നിസാഇൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ അലാ ഖദീജ വ ഇന്നി ലം ഉദ്രികഹ. ഖദീജയോട് തോന്നിയ അത്ര ഒരു ഗീറത്ത്, ഒരു എന്താ മനസ്സിന്റെ അടിയിലുള്ള ഒരു പക എന്ന് പറഞ്ഞോടാ, ഒരു ദേഷ്യം, അതെനിക്ക് വേറെ ആരോടും തോന്നിയിട്ടില്ല. പറയുമ്പോൾ ഞാനാണെങ്കിൽ ആ മഹദിയെ കണ്ടിട്ട് പോലുമില്ല. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്. എന്താ കാര്യം? ആയിഷ ബീവി തന്നെ പറയാണ്, ഖാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഗാബ ഹശ്ശാത്ത ഫയഖൂൽ അർസിലു ബിഹാ ഇലാ അസ്തിഖാഇ ഖദീജ. വീട്ടിൽ എന്തെങ്കിലും ഒരു നല്ല പരിപാടി ഉണ്ടായാൽ, ഒരാടിനറുത്താൽ, അറബികളുടെ നല്ല പരിപാടിയുടെ ലക്ഷണമാണല്ലോ ഒരാടിനറുത്താൽ ഉടനെ നബി പറയാം, അതാ ഖദീജയുടെ സ്നേഹിതകൾക്ക് കൊടുത്തയക്കണം. ഇതെന്താ വെച്ചാൽ ഇതൊരു സ്വഭാവമാണ്, മുസ്ലിമീങ്ങൾ വളർത്തിയെടുക്കേണ്ട സ്വഭാവമാണ്. ഇത് ഒരു ദിവസം ഭയങ്കരമായി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഉമ്മഹാത്തുൽ മുഅ്മിനീകളിൽപ്പെട്ട മഹദിയാണ്. മുസ്ലിം പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ഇൽമുള്ള മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ ഒരു ദിവസം അവർക്കും ദേഷ്യം വന്നു. അവരൊരു ദിവസം ചോദിച്ചു, ഖദീജ? ഏത് നേരത്തെ ഒരു ഖദീജ? എന്താണ് ഇങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി ഖദ് റസഖത് ഹുബ്ബഹ. ഖദീജ അവൾ എനിക്ക് സ്നേഹം തന്നവളാണ്. നോക്ക് നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്, അവൾ എനിക്ക് സ്നേഹം തന്നവളാണ്. വലിയ പാഠമാണ് സഹോദരന്മാരെ. എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാർ കൂടി ചിന്തിക്കണം. ഒരു സന്ദർഭത്തിൽ പോലും, ഒരു ചെറിയ ഘട്ടത്തിൽ പോലും വെറുപ്പിന്റെയോ വിദ്വേഷത്തിന്റെയോ ഒരു നോട്ടോ വാക്കോ സംസാരമോ ഇല്ലാതെ നിങ്ങളുടെ ജീവിതം മുഴുമിപ്പിക്കാനാകുമോ? നിസ്സംശയം ആ ഒരൊറ്റ കാരണത്താൽ നിങ്ങൾക്ക് തൗഹീദ് ഉണ്ടെങ്കിൽ നിർബന്ധമായി നിങ്ങൾ നിർവഹിക്കേണ്ട നമസ്കാരവും നോമ്പും നിങ്ങൾ നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരൊറ്റ കാരണത്താൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം. സുബ്ഹാനല്ലാഹ്, എത്ര മനോഹരമാണ് ചിന്തിച്ചു നോക്കൂ. ആ ഭർത്താവിന് പറയാൻ കഴിയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, അവൾ എനിക്ക് സ്നേഹം നൽകിയവളാണ്. ആ സ്നേഹം അതായിരിക്കണം ജീവിതം, ആ രൂപമായിരിക്കണം സഹോദരന്മാരെ നമുക്കുണ്ടായിരിക്കേണ്ടത്. പുരുഷന്മാർ ശ്രദ്ധിക്കുക, അവരുടെ കുടുംബക്കാരുമായി കാണണം, സംസാരിക്കണം. അള്ളാഹുവിന്റെ റസൂല് ആലു അബീബക്കറും ആലു ഖത്താബും രണ്ട് കുടുംബമായിരുന്നല്ലോ. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബം ആയിഷ ബീവി വഴിയുള്ള, ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കുടുംബം ഹഫ്സ റളിയല്ലാഹു അൻഹ വഴിയുള്ള ആ രണ്ട് കുടുംബവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായ ബന്ധമായിരുന്നു, വല്ലാത്ത ബന്ധം, ആ ഒരു സ്നേഹമായിരുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ അത് ചെയ്യണം. അവരുടെ അവസരങ്ങളും സന്ദർഭങ്ങളും ഉണ്ടാകുമ്പോൾ അവരുടെ വീടുകളിൽ പോകണം, അവരുടെ പരിപാടികളിൽ പങ്കെടുക്കണം. പല ആളുകളുടെയും സ്വഭാവം എന്താന്ന് ചോദിച്ചാൽ, ഭാര്യമാരെ അവരുടെ വീടുകളിൽ കൊണ്ടുപോയി ആക്കാൻ ബസ് കയറ്റി വിടുന്ന ആളുകൾ, ഓട്ടോറിക്ഷ കയറ്റി വിടുന്നവർ, ഇനി കൊണ്ടുപോയാൽ തന്നെ ആ ഗേറ്റിന്റെ അടുത്ത് വെച്ച്, വീടിന്റെ അടുത്ത് വെച്ചാ നീ ഇറങ്ങിപ്പോയിക്കോ, ഞാനില്ല എന്ന് പറയുന്ന സ്വഭാവം, ഇതൊന്നും മുസ്ലിമിന് പറ്റിയതല്ല. മുസ്ലിമിന്റെ സ്വഭാവം എന്താ? എന്നിട്ടോ ഇതിനൊരുപാട് കാരണങ്ങൾ പറയും ചില ആൾക്കാരൊക്കെ. അവരും ഞാനായിട്ട് അത്ര ശരിയില്ല, കുടുംബക്കാരൊന്നും ശരിയല്ല, അവരുടെ സ്വഭാവം ശരിയല്ല, അവരുടെ ആദർശം ശരിയല്ല ഒക്കെ പറയാറുണ്ട് ചില മനുഷ്യന്മാർ. ആളുകൾ അങ്ങനെയൊക്കെ പറയാറുണ്ട്. അവരുടെ രൂപം ശരിയല്ല, അവരുടെ പെരുമാറ്റം ശരിയല്ല, മാത്രമല്ല അവർ പല തെറ്റുകളും ചെയ്യുന്നവരാണ്, അവിടെ അതുണ്ട് ഇതുണ്ട്. ഞാൻ ശരിയല്ല എന്ന് മനസ്സിലാക്കിയ പലതും ഉണ്ടാകും. പക്ഷെ അതുകൊണ്ട് നിങ്ങൾക്ക് ബന്ധം മുറിക്കാൻ പറ്റുമോ? പറയും, നിങ്ങൾക്ക് ബന്ധം മുറിക്കാൻ പറ്റുമോ? ഇതൊന്നും സഹോദരന്മാരെ തടസ്സമല്ല. അവർ നിങ്ങളുടെ ആദർശത്തിലല്ല എന്നോ, നിങ്ങൾ വെറുക്കുന്ന എന്തെങ്കിലും അവിടെ ഉണ്ട് എന്നോ, അവരുമായി അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ബന്ധുക്കളുമായോ കുടുംബക്കാരുമായോ നിങ്ങൾക്ക് എന്തെങ്കിലും അസ്വാരസ്യമുണ്ട് എന്നോ, ഇതൊന്നും എന്തല്ല. നിങ്ങളുടെ കുടുംബവുമായി, നിങ്ങളുടെ സഹധർമ്മിണിയുടെ കുടുംബവുമായി ബന്ധപ്പെടാനോ അവരോട് സംസാരിക്കാനോ നിങ്ങൾക്കൊരിക്കലും തടസ്സമല്ലെന്ന് മാത്രമല്ല നാം മനസ്സിലാക്കണം. നമ്മളിങ്ങനെ തെറ്റി നിൽക്കേണ്ടവരല്ല.
ബന്ധം മുറിക്കലല്ലോ അതിനൊന്നും. എങ്ങനെ നന്നാക്കുക? നിങ്ങളിങ്ങനെ വേറിട്ട് നിന്ന ഞാൻ അങ്ങോട്ട് പോവില്ല എന്ന് പറഞ്ഞാൽ നന്നാവോ? ഇല്ലല്ലോ. നിങ്ങൾ സഹോദരന്മാരെ, നമ്മൾ ചിന്തിക്കേണ്ട എന്താ, അവരിലൊരു തെറ്റുണ്ടെങ്കിൽ അത് നന്നാക്കാൻ എൻ്റെ സ്വഭാവം കൊണ്ട്, എൻ്റെ മഹിമ കൊണ്ട് സാധിക്കണ്ടേ? അവരെന്റെ ആദർശത്തിൽ നിന്ന് പുറത്താണെങ്കിൽ, അവരിത് ശരിയല്ല എന്ന് മനസ്സിലാക്കുന്നവരാണെങ്കിൽ അവരത് മനസ്സിലാക്കാൻ അവരുടെ അടുത്ത് ചെന്നിരിക്കണം, അവരുടെ ചായ കുടിക്കണം, അവരുടെ ഭക്ഷണത്തിൽ ഇടപഴകണം, അവരുടെ അടുക്കളയിൽ ചെല്ലണം, അവരുമായി ഇടപഴകി അവരുടെ കൂടെ കൂടി അവരെ സ്നേഹിച്ച് അവരോട് ഉപദേശിക്കണം. അതേ ഉപകാരപ്പെടുള്ളൂ. നിങ്ങളിങ്ങനെ കുറെ ദൂരെ 5 കിലോമീറ്റർ ദൂരെ നിന്നിട്ട് എന്ന് പറഞ്ഞാൽ നടക്കൂല. എന്ന് മാത്രമല്ല, അത് ഇസ്ലാമിക രീതിയല്ല, സ്വഭാവമല്ല എന്ന് നാം മനസ്സിലാക്കണം. സഹോദരന്മാരെ, വളരെ ഗൗരവമുള്ളൊരു വിഷയമെന്ന നിലക്കാണല്ലോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജത്തുൽ വദാഇലെ അദ്ദേഹത്തിന്റെ അവസാനത്തെ പ്രസംഗം, വിടവാങ്ങൽ പ്രസംഗം എന്ന പേരിൽ പറഞ്ഞ ആ പ്രസംഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ ഒരു വിഷയം, ഫത്തഖുല്ലാഹ ഫിന്നിസാ, ഫത്തഖുല്ലാഹ ഫിന്നിസാ, നിങ്ങളുടെ സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഗൗരവത്തിലാണ് പറഞ്ഞു. നോക്കി, നിങ്ങൾ ആ സമയത്ത് നൽകണ ഉപദേശം, നിങ്ങൾ ആ ഖുത്ബ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ആ ഖുത്ബയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഓരോ കാര്യങ്ങളും ഒരുപാട് വിവരിക്കേണ്ട വിഷയങ്ങളാണ്. അതിൽ ഗൗരവത്തോടു കൂടി പറഞ്ഞ വിഷയമാണ് ഫത്തഖുല്ലാഹ ഫിന്നിസാ, നിങ്ങളുടെ സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അവരുടെ രീതിയും സ്വഭാവവും ഒക്കെ പഠിപ്പിച്ചു തന്നിട്ട്, ജീവിച്ച് കാണിച്ചു തന്നിട്ട്, ഞാനതാണല്ലോ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചാ കാണിച്ചു തന്നത്. നമ്മൾ ഈ പറയുന്ന എല്ലാ പ്രയാസങ്ങളും ഭാര്യമാരുടെ അടുത്ത് നിന്ന് ആരനുഭവിച്ചു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ചു. ചരിത്രം നിങ്ങൾക്കറിയാലോ. അതൊന്നും പറയുന്നതിന് നമുക്കൊരു കുറവില്ല. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പോരായ്മയല്ല അത് പറയുന്നത്. പോരായ്മയാണെങ്കിൽ സഹാബികൾ അത് നമുക്ക് വിവരിച്ചു തരൂലല്ലോ. ഓരോ സംഭവവും നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വന്തം കുടുംബം പിണങ്ങിയത്, അല്ലേ? പിണങ്ങാനുണ്ടായ നിസ്സാരമായ കാര്യങ്ങൾ, അത് സമൂഹം പഠിക്കാനും പഠിപ്പിക്കാനും വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ സൂചന നൽകി. സഹാബത്ത് അത് കണിശമായി നോക്കി, നിങ്ങൾ നിമിഷങ്ങൾ പോലും വരച്ചു വെച്ചിട്ടുണ്ട്. പാത്രം എടുത്തതും എറിഞ്ഞതും പാത്രം പൊട്ടിയതും ആലോചിച്ച് നോക്കൂ. ഒരു സാധാരണ മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കാവുന്ന, കുടുംബ ജീവിതത്തിൽ സംഭവിക്കാവുന്ന മുഴുവൻ കാര്യങ്ങളും പഠിപ്പിച്ചു തന്നു. എന്തിനാ ഇതൊക്കെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇതൊക്കെ എന്തിനുണ്ടായി? നബിയെ അള്ളാഹു ഇതൊന്നും നൽകാതെ നല്ല സൗന്ദര്യമുള്ള, സുഖമുള്ള, സമൃദ്ധിയുള്ള, സ്നേഹം മാത്രമുള്ള ഒരു കുടുംബജീവിതം നൽകി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹുവിനെ അനുഗ്രഹിച്ചുകൂടായിരുന്നോ? ചെയ്യായിരുന്നല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ഏൽപ്പിച്ച ദൗത്യ നിർവഹണത്തിന് കുറച്ചുകൂടി മനസ്സമാധാനം ലഭിക്കാൻ കൂടി അതായിരുന്നല്ലോ നല്ലത്, അല്ലേ? നമുക്കറിയാലോ, രാവിലെയൊക്കെ ഭാര്യമാരായിട്ട് ചെറിയ ഒരു വല്ല സൗന്ദര്യപ്പണക്കം ഉണ്ടായിട്ട് ഇറങ്ങിപ്പോരേണ്ടി വന്നാൽ ഓഫീസിലോ ജോലി ചെയ്യുന്ന സ്ഥലത്തൊക്കെ ഇരുന്നാലുള്ള പ്രയാസം നമുക്കറിയാലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റെടുത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു ഏൽപ്പിച്ച പ്രബോധനമെന്ന ഏറ്റവും ഗൗരവമുള്ള ഉത്തരവാദിത്യം നിർവഹിക്കുന്നിടത്ത് അല്ലാഹുവിന്റെ റസൂലിന് സുഖമുള്ള, സംതൃപ്തിയുള്ള, സമാധാനം മാത്രമുള്ള, സന്തോഷം മാത്രമുള്ള കുടുംബജീവിതം നൽകി അല്ലാഹുവിനെ അനുഗ്രഹിക്കാമായിരുന്നു. പക്ഷേ ചെയ്തില്ല. എന്തിനാ? നമുക്ക് കാണിച്ചു തരാം. ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അത് സംഭവിച്ചാൽ നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? അപ്പുറത്തുനിന്ന് പാത്രം എറിഞ്ഞാൽ ഇപ്പുറത്തുനിന്ന് എന്തെറിയാൻ പാടില്ല? പാത്രം എറിയാൻ പാടില്ല. അതാ പഠിപ്പിച്ചേ. ചിലപ്പോൾ അവരെറിഞ്ഞു എന്ന് വരാം, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? അനങ്ങാൻ പാടില്ല. ആ രൂപമാണ് മുഹമ്മദ് മുസ്തഫ. അതാണ് ഫത്തഖുല്ലാഹ ഫിന്നിസാ. വല്ലാത്ത ക്ഷമയും കരുത്തും വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല പ്രശ്നങ്ങളിലും അല്ലാഹു റസൂലിന്റെ പ്രാർത്ഥന അതായിരുന്നു, അഫ്രി അലൈനാ സബ്റൻ, പഠിച്ചോനെ ധാരാളം തരണമേ ക്ഷമ. അപ്പൊ സഹോദരന്മാരെ, ഇത് നമ്മൾ മനസ്സിലാക്കണം. ഈ രൂപത്തിൽ നാം ജീവിക്കണം. ഇതായിരിക്കണം നമ്മുടെ സ്വഭാവം. അല്ലാഹു തആല ആ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله والصلاة والسلام على سيد المرسلين محمد وآله وصحبه أجمعين أما بعد فاتقوا الله عباد الله. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്. സഹോദരന്മാരെ, നിബന്ധനകൾ
ജീവിതത്തിൽ ഉണ്ടാക്കുക എന്നത് ഒരു സാമൂഹ്യ ജീവി എന്ന നിലക്ക് മനുഷ്യനിലുണ്ടാകുന്ന ഒന്നാണ്. പലതരം ആളുകളുമായി ഇടപഴകുമ്പോൾ നമ്മൾ പലതരത്തിലുള്ള നിബന്ധനകളും കണ്ടീഷനുകളും വെക്കാറുണ്ട്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അഹഖു ശുറൂതി അൻ തൂഫു ബിഹി മസ്തഹ്ലൽതും ബിഹിൽ ഫുറൂജ്. ലൈംഗികാവയവങ്ങൾ നിങ്ങൾക്ക് ഹലാലാക്കപ്പെട്ടവരാരാണോ അവരുമായി നിങ്ങൾ ഉണ്ടാക്കുന്ന കരാറാണ് നിങ്ങൾ പാലിക്കേണ്ട കരാറുകളിൽ ഏറ്റവും പ്രഥമമായ കരാർ എന്ന്. മനസ്സിലായല്ലോ? വല്ല കരാറും വല്ല നിബന്ധനയും വല്ല ഷർത്തും കുടുംബിനികളുമായി സഹധർമ്മിണികളുമായി വിവാഹ സമയത്തോ അതിനുശേഷമോ നിങ്ങൾ ഉണ്ടാക്കി എങ്കിൽ സമൂഹം പാലിക്കേണ്ട ഒന്നാമത്തെ പ്രഥമ പരിഗണന നൽകേണ്ട കരാറ് അതാണ് എന്നർത്ഥം. ഇവിടെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഈ ഒരു രീതി സ്വഭാവം ഒരു കാരണവശാലും എന്തെങ്കിലും പറഞ്ഞെന്ത് പാടില്ല, നമ്മുടെ ജീവിതത്തെ അലങ്കോലപ്പെടുത്താൻ പാടില്ല. അവരുമായി വല്ല കരാറുകളിലും ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കരാറ് പൂർത്തിയാക്കാൻ നമുക്ക് സാധിക്കണം. വളരെ കണിശമായി ഇസ്ലാമിക ശരീഅത്ത് നൽകിയ ഒരു നിർദ്ദേശം സാമ്പത്തിക രംഗത്തുള്ളതാണ്. സാമ്പത്തിക രംഗത്തുള്ള നിർദ്ദേശങ്ങളിൽ ഏറ്റവും പ്രമുഖമായത് കുടുംബിനികളുടെ സഹധർമ്മിണികളുടെ അന്യരുടെ സ്വത്തിനെക്കുറിച്ച് സമ്പത്തിനെക്കുറിച്ച് കൃത്യമായ വീക്ഷണം ഇസ്ലാം നൽകുന്നുണ്ട്. ആ കൂട്ടത്തിൽ പത്നിമാർ, ഭാര്യമാരെന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് അവളുടെ സ്വത്തും എൻ്റെ സ്വത്താകുന്നു, ആ വിചാരം ഇസ്ലാമിനില്ല. അവരുടെ സ്വത്ത് അവരുടേതാണ്. എന്നൊരു നയാ പൈസ അവരുടെ അനുവാദമില്ലാതെ തൃപ്തിയില്ലാതെ നിങ്ങൾക്ക് എടുക്കുവാനോ വാങ്ങാനോ പാടില്ല. ഇസ്ലാമിന്റെ നിയമമനുസരിച്ച് ആരുതും പാടില്ല. ആരുടേത് ഒഴികെ എന്ന് ചോദിച്ചാൽ മാതാപിതാക്കൾക്ക് മക്കളുടെ സമ്പത്ത്, അതിന് സമ്മതം ചോദിക്കണ്ട. അതാണ് ഇസ്ലാമിക ശരീഅത്തിന്റെ അടിസ്ഥാനപരമായി. അതല്ലാത്ത എല്ലാം, നമ്മുടെ വിഷയം മാതാപിതാക്കളുടെ സമ്പത്തല്ല, മറിച്ച് ഭാര്യമാരുടെ സമ്പത്താണ്. പലപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യത കടന്നു വരുന്ന ഒരു മാർഗം ഇതാണ്. ആ വിഷയത്തിൽ നമ്മൾ അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരവസരത്തിൽ പോലും ഈ ഒരുപാട് ഫസാദുകൾ, ഫിത്നകൾ കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായി. പക്ഷേ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ വിവരിക്കുന്നുണ്ട്, ഒരവസരത്തിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരെ അടിച്ചിട്ടില്ല. ആരെയും, ഭാര്യമാരെ എന്ന് മാത്രമല്ല, യുദ്ധാവസരത്തിലല്ലാതെ ഒരാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തോണ്ടുക പോലും ചെയ്തിട്ടില്ല. ഭാര്യമാരെ മാത്രമല്ല, വേല ചെയ്യുന്നവരെയോ ജോലിക്കാരെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, അടി എന്ന ചികിത്സ മോശമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. പ്രത്യേകിച്ച് ഭാര്യമാർ. പുരുഷ സമൂഹം മനസ്സിലാക്കേണ്ടത്, എന്തിനും ദേഷ്യം പിടിച്ച് കൈപൊന്തുന്ന ആളുകൾ, അതും എവിടേക്കാ കൈപൊന്തുക? ഒരിക്കലും നബി നിങ്ങൾ അധമാടിക്കുകയാണെങ്കിൽ തന്നെ അനുവാദം നൽകിയൊരു സന്ദർഭം നമ്മൾ മനസ്സിലാക്കണം. ആ സന്ദർഭത്തിൽ പോലും ഒരിക്കൽ പോലും നിങ്ങൾ മുഖത്തടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ, മുഖം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് എന്ത് പുരുഷന്റെ കൈപൊന്തുക. ഹറാമാണ് സഹോദരന്മാരെ, പാടില്ല, നിഷിദ്ധം. അടി എന്നത് തന്നെ ഞാൻ പറഞ്ഞത് വളരെ മോശമായ ഒരു ഏർപ്പാടായാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടത്. ഫാത്തിമ ബിൻത് ഖൈസ് റളിയല്ലാഹു അൻഹ പറയുന്നു, ഞാൻ അതൈതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിന്റെ അടുത്ത് വന്ന് ഞാൻ പറഞ്ഞു, അന്ന മുആവിയ ഇബ്നു അബി സുഫിയാൻ വ അബൂ ജഹം ഖതബാനി, രണ്ടാൾ എന്നെ വിവാഹം അന്വേഷിക്കുന്നുണ്ട്. ഒന്ന് മുആവിയയും രണ്ട് അബൂജഹമുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ഉപദേശം സ്വീകരിച്ച, ഞാൻ ആരെ കല്യാണം കഴിക്കണം, ഏതാണ് എനിക്ക് നല്ലത് എന്ന് നബിയോട് ചോദിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമ്മ അബൂജഹം ഫലാ യദഉ അസാഹു അൻ ആതിഖിഹി. അബൂജഹം എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, മൂപ്പരൊരു വടിന്റെ ആളാണെന്നാ. മൂപ്പര് പെരടിന്ന് വടി ഒഴിവാക്കലില്ല എന്ന് പറഞ്ഞാൽ ആളുകളെ അടിക്കുന്നവനാണ്. വളരെ കൃത്യമാണ് നബിയുടെ വാചകം. അമ്മ മുആവിയ ഫസഅലുകുൻ ലാ മാല ലഹു. എന്നാ മുആവിയാണെങ്കിലോ മൂപ്പരൊരു ദരിദ്രനാണ്, പണമൊന്നുമില്ല. ഫാത്തിമ ബിൻത് ഖൈസ് അല്പമുള്ള ഒരു സ്ത്രീയായിരുന്നു. അതുകൊണ്ട് അത് രണ്ടും നിനക്ക് പറ്റൂല. നോക്കി നിങ്ങൾ, ഒന്നാമത്തേത് നമ്മൾ പറ്റൂല എന്ന് പറഞ്ഞ സംഗതിയല്ല. ഒന്നാമത്തേത് എന്താ കാരണം പറഞ്ഞത്? മൂപ്പര് വടിന്റെ ആളാണെന്നാ, അത് മോശമാണ് എന്നർത്ഥം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമയോട് ഇൻകിഹി ഉസാമത്ത് ബിൻ സെയ്ദ്, ഉസാമത്ത് ബിൻ സെയ്ദിനെ നീ കല്യാണം കഴിച്ചോ എന്നാണ് പറഞ്ഞത്. ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. അവിടെ നമുക്ക് കാണാൻ സാധിക്കും അതൊരു മോശമായ ഏർപ്പാടാണ് എന്നർത്ഥം.
ഒരു മോശമായ ഏർപ്പാടാണ് എന്ത്? അടിക്കുക എന്നത്. അതൊരിക്കലും നമുക്ക് പാടില്ല. ഇസ്ലാം അടിക്കാൻ വേണ്ടി അനുവാദം നൽകിയിട്ടുണ്ട്. അത് ഒന്നാമത്തേതല്ല അടി. നബി സല്ലല്ലാഹു ഖുർആൻ കൃത്യമായി പറഞ്ഞു, വല്ലാത്തി തഖാഫൂന നുശൂസഹുന്ന ഫഅലുഹുന്ന വഹ്ജുറുഹുന്ന ഫിൽ മദാജിഇ വദ്രിബൂഹുന്ന. അവസാനം അടിക്കാൻ പറഞ്ഞു. പക്ഷേ മുസ്ലിം എന്താ ചെയ്യുക? ആദ്യം അടിക്കും. ആദ്യം ഉപദേശിക്കണം, നന്നായി ഉപദേശിക്കണം, നിരന്തരം പറഞ്ഞു കൊടുക്കണം, നല്ല രൂപത്തിൽ സ്നേഹത്തോടുകൂടി പറഞ്ഞു കൊടുക്കണം. 2, ആ ഉപദേശം സ്വീകരിക്കാൻ ആവശ്യമായ മാർഗങ്ങൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം, സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം. ഉപദേശിച്ച് മാറില്ല. 3, അവൾ വീണ്ടും അവളുടെ ആ തെറ്റിൽ അവൾ വീണ്ടും തുടരുകയാണെങ്കിൽ ഒന്നാമതായി ചെയ്യേണ്ടത് നിങ്ങൾ അവളുടെ കിടപ്പറ വെടിയണം, മാറിക്കിടക്കണം. വളരെ കൃത്യമായി ചികിത്സ. 3, അതിനും അവൾ റെഡിയായില്ല എങ്കിൽ അവളുമായി ബന്ധപ്പെടരുത്, ശാരീരിക ബന്ധം നടത്തരുത്. ആലോചിച്ച് നോക്കൂ. ഇനി അതും അവൾ തയ്യാറല്ലെങ്കിൽ ഇസ്ലാമിക കർമ്മശാസ്ത്രം പഠിപ്പിക്കുന്നു, എന്നിട്ടും അവൾ നന്നായില്ലെങ്കിൽ വീട്ടിലേക്ക് കുറച്ചു ദിവസം പോകരുത്. വളരെ കൃത്യമാണ്. എന്നാലോ അവൾ നന്നാകും. ഈ ചികിത്സ ഒന്നും ഫലിച്ചിട്ടില്ലെങ്കിലാണ് എന്ത്? ഈ മാർഗം ഒന്നും ഫലിച്ചിട്ടില്ലെങ്കിലാണ് എന്ത്? ഈ അടി എന്ന് പറഞ്ഞു. അത് തന്നെയും സഹോദരന്മാരെ അവളുടെ മനസ്സിന് വേദനിക്കുന്ന രൂപത്തിലായിരിക്കണം. ഒരു അടി അടിച്ചവളുടെ മുഖത്തിന്റെ ഷേപ്പ് മാറ്റലല്ല. ഒറ്റടിക്ക് ഞാൻ ഷേപ്പ് മാറ്റുന്നാണല്ലോ. ആ അടി ഇസ്ലാമിലല്ല. അടിക്കണം. എവിടെ വേദനിക്കണം? മനസ്സിന് വേദനിക്കണം. നിങ്ങളൊന്ന് കൊട്ടിയാൽ മതി. ആ കൊട്ടി മനസ്സിന് എന്നെ അടിച്ചല്ലോ അല്ലേ എന്ന ഒരു വിചാരം. അതാണ് വല്ലാത്തി തഖാഫൂന നുശൂസഹുന്ന. നിങ്ങൾ അവരിൽ നിന്ന് വല്ല നുശൂസും, നുശൂസ് എന്നതിന്റെ വിശദീകരണം വളരെ കൃത്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭർത്താവിന് കിട്ടണം എന്ന് കൽപ്പിച്ച ഏതെങ്കിലും രൂപത്തിലുള്ള അവകാശങ്ങൾ അവളിൽ നിന്ന് ലഭിക്കാതെ പോയാൽ അതാണ് എന്ത്? നുശൂസ്. നിങ്ങൾ സിനിമക്ക് പോകാൻ വിളിച്ചിട്ട് വന്നില്ലെങ്കിൽ എന്നതിന് വേറെ എന്തല്ല? നുശൂസ് അല്ല. അതാണ് നുശൂസ്. നിങ്ങൾ ഉപദേശിക്കണം. നിങ്ങൾ കിടപ്പറ വെടിയണം. അതും നടന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അവളെ അടിക്കാം. എന്നിട്ട് അത് അവൾ അനുസരിച്ചു പാകമായെങ്കിൽ മറ്റു മാർഗം നിങ്ങൾക്ക് തേടാൻ പാടില്ല. അതേതാ അടി? ഷേപ്പ് മാറ്റുന്ന അടിയല്ല. നമ്മൾ പഠിച്ചല്ലോ, മനസ്സിന് അടി വരണം. അടിച്ചല്ലോ എന്ന തോന്നൽ നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാമിക ശരീഅത്തനുസരിച്ച് അടി എന്നതൊരു ശിക്ഷയാണ്. സ്ത്രീകൾ ആ കാര്യം മനസ്സിലാക്കണം കേട്ടോ. വല്ല സന്ദർഭത്തിലും ഈ രൂപത്തിൽ ഈ സ്റ്റേജുകളൊക്കെ കഴിഞ്ഞ ശേഷം പുരുഷന്മാരിൽ നിന്ന് അടി കിട്ടിയാൽ ആ അടിയുടെ കാര്യത്തിൽ അല്ലാഹുവിനെ സ്തുതിക്കണം. ഇയാൾ എന്നെ അടിച്ചു എന്ന് പറഞ്ഞ് ആരോട് കേസ് പറയലല്ല. എന്താ കാരണം എന്നറിയോ? അടി എന്നത് ഇസ്ലാമിക ശരീഅത്തിലെ ഹദ്ദാണ്, ശിക്ഷയാണ്. ഹദ്ദിനെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ടല്ലോ. ആ ഹദ്ദ് നിങ്ങൾ ഇവിടെ നിന്ന് അനുഭവിച്ചാൽ നിങ്ങൾക്ക് പരലോകത്ത് അതിന് ശിക്ഷ ഉണ്ടാവൂല. മുസ്ലിമായ പെണ്ണ് അതാ മനസ്സിലാക്കേണ്ടത്. കിട്ടേണ്ടത് ഇവിടുന്ന് കിട്ടി. അത് പുരുഷനാണെങ്കിൽ അടിക്കേണ്ടത് ഇസ്ലാമിക ശരീഅത്തനുസരിച്ച് ഇസ്ലാമിക കോർട്ടിലെ ജഡ്ജിയാണ്. സ്ത്രീ ആണെങ്കിലോ ജഡ്ജി അടിക്കാൻ പാടില്ല. അടിക്കേണ്ടത് ഭർത്താവ് ഉണ്ടെങ്കിൽ ആരാ? ഭർത്താവാണ്. മനസ്സിലായല്ലോ? അപ്പൊ ശരിക്കെന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാര് മനസ്സിലാക്കണം, പുരുഷന്റെ അടുത്തുനിന്ന് ഈ സ്റ്റേജ് മുഴുവൻ കഴിഞ്ഞിട്ട് അടി കിട്ടിയാൽ പറയേണ്ടത് അൽഹംദുലില്ലാഹ്, എനിക്ക് സമാധാനമായി. കാരണം എനിക്ക് പഠിച്ചവന്റെ അടുത്ത് ഇനി ശിക്ഷയുണ്ടാവുകയില്ലല്ലോ എന്നതാണ്. മനസ്സിലായല്ലോ? ഇതാണ് ഇസ്ലാം. നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, പുരുഷന്മാരെ പ്രത്യേകിച്ച് മനസ്സിലാക്കുക, ഈ 2 സമൂഹത്തോടും, പ്രായമായ മനുഷ്യരോടും സ്ത്രീകളോടും നമ്മൾ പെരുമാറേണ്ട രീതി ഇസ്ലാം പഠിപ്പിച്ചത് ഇങ്ങനെയാണ്. ഒരേ രൂപമാണ്. സ്നേഹവും ബഹുമാനവും നടക്കുള്ളൂ. നിങ്ങൾ പറഞ്ഞ വടിയും കുന്തവും വടിയൊന്നും ഈ 2 വിഭാഗത്തിന് മുമ്പിലും നടക്കൂല, നന്നാക്കാനും സാധിക്കൂല. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് നമ്മുടെ സംസ്കാരം, നമ്മുടെ ദീൻ. ഇതനുസരിച്ചുള്ള പ്രവർത്തനമാണ് നമ്മിൽ നിന്നുണ്ടാകേണ്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം സഹോദരന്മാരെ, നമ്മുടെ ചിന്ത, നാം എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ ചിന്ത, നമുക്ക് നമ്മുടെ കുടുംബത്തിനൊപ്പം, നമ്മുടെ മക്കളുടെ കൂടെ, നമ്മുടെ മാതാപിതാക്കളുടെ കൂടെ, നമ്മൾ വീടുകളിൽ പല അവസരങ്ങളിലും ഒരുമിച്ച് കൂടാറുള്ളത് പോലെ സന്തോഷത്തോടെ, ഇഷ്ടത്തോടെ, സ്നേഹത്തോടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ സാധിക്കണം. അതാണ് നമ്മുടെ വിഷയം. അതിനു വേണ്ടിയാണ് ഇതെല്ലാം, ഈ സംസാരവും പ്രവർത്തനവും. ഇതൊക്കെ
അതിൻ്റെയൊക്കെ നിർദ്ദേശങ്ങളൊക്കെ അതിനു വേണ്ടിയുള്ളതാണ്. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സമാധാനവും സന്തോഷവുമുള്ള കുടുംബജീവിതം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഹലോകത്തും പരലോകത്തും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കണ്ണിന് കുളിർമയുള്ള സന്തോഷവും സ്നേഹവും മനസ്സിന് സംതൃപ്തിയും നൽകുന്ന നല്ല മക്കളെയും കുടുംബത്തെയും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്കും പ്രായമായ ആളുകൾക്കും സ്നേഹവും കാരുണ്യവും സമാധാനവും നമ്മിൽ നിന്ന് ലഭിക്കുന്ന യഥാർത്ഥ സൗഭാഗ്യവാന്മാരിൽ അവരെയും നമ്മെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين في كل مكان الذين يجاهدون لإعلاء كلمة لا إله إلا الله. اللهم انصرهم نصر عزيز مقتدر. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين والحمد لله رب العالمين.